ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് രാവിലെ ഉച്ചക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടൊമാറ്റോ കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് നമുക്കൊരു കുക്കറിലേക്ക് 5-6 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പീസിൽ അടുപ്പിക്കുക കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ടില്ല, ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ. അപ്പോൾ തക്കാളി കുക്കായി വരുന്ന സമയത്ത് നമുക്കൊരു ചീനച്ചട്ടിയിലിട്ട് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് നമുക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് പൊട്ടി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളവും ചേർക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ഉണ്ടല്ലോ, ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒരു ചുവന്ന മുളക് മതി കേട്ടോ, അതിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 10-15 വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ മാറി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ സമയം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കളർ മാറിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതൊന്ന് കുറുകി വരണം. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിനീഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ നേരത്തെ തക്കാളി അരക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു പീസ് പുളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം വിനീഗർ മതിയാകും, കാരണം നമ്മൾ അത്രയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുറുകിയിട്ട് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പരുവത്തിലായി വരുന്നത് വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ അടിപൊളി തക്കാളി ഉള്ള റെസിപ്പി കൂടി റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിന് വിളിക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, ചട്നിയെന്നോ അച്ചാറെന്നോ എന്താണെന്ന് വെച്ചാൽ വിളിക്കാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പേര് വിളിക്കാം കേട്ടോ ഇതിന്. അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടിയും ദോശൻ്റെയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.